വിചിത്രമായ അനവധി മൃഗങ്ങൾ പാർക്കുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. കങ്കാരു, പ്ലാറ്റിപ്പസ് തുടങ്ങിയവയൊക്കെ ഇവയ്ക്ക് ഉദാഹരണമാണ്. ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ജൈവ സവിശേഷതയാണ് മാർസൂപ്പിയൽസ് അഥവാ സഞ്ചി മൃഗങ്ങൾ. ഓസ്ട്രേലിയയിലെ വിചിത്രമായ ഒരു സഞ്ചി മൃഗമാണ് ആൺടെക്കിനസ്. ചെറുജീവികളും ചിലന്തിയുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കൗതുകകരമായ ഇണചേരൽ രീതിയാണ് ഈ ജീവികളെ ശ്രദ്ധേയമാക്കിയിട്ടുള്ളത്. 15 സ്പീഷീസുകളുള്ള ആൺടെക്കിനസുകൾ ഓസ്ട്രേലിയയിലുണ്ട്. ഇവയുടെ ഇണചേരൽ കാലഘട്ടം 2-3 ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ്. ഈ സമയം ആൺടെക്കിനസുകൾ വിശ്രമമില്ലാതെ ഇണചേരലിൽ ഏർപ്പെടും. 14 മണിക്കൂർ വരെയൊക്കെ നിർത്താതെ ഇവ ഇണചേരലിൽ ഏർപ്പെടാറുണ്ട്. ഈ ഇണചേരൽ കാലം കഴിയുന്നതോടെ ആൺടെക്കിനസുകൾ എല്ലാവരും തന്നെ കുഴഞ്ഞു വീണു മരിക്കും. വിശ്രമമില്ലാതെ ഇണചേരുന്നത് മൂലമുള്ള കടുത്ത ക്ഷീണവും ആഘാതവുമാണ് ഇവയ്ക്ക് മരണ കാരണമാകുന്നത്. ഇണചേരൽ കാലത്ത് ഇവയുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ, സ്ട്രൈസ് ഹോർമോണായ കോർട്ടിസോൾ എന്നിവ ഉയർന്ന അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ അളവ് കോർട്ടിസോളിനെ നിയന്ത്രിക്കുന്നതിൽ നിന്ന് ഇവയുടെ ശരീരത്തെ തടയുന്നു. അപൂർവമായ ചില ആൺടെക്കിനസുകൾ മരണത്തെ അതിജീവിക്കാറുണ്ട്. ഇണചേരൽ കാലം കഴിയുമ്പോൾ ആൺടെക്കിനസുകളുടെ കൂട്ടമരണം നടക്കുമെന്ന് പറഞ്ഞല്ലോ. ഇവയുടെ ജീവനില്ലാത്ത ശരീരങ്ങൾ ആൺടെക്കിനസുകൾ ഭക്ഷണമാക്കാറാണ് പതിവ്. ആൺജീവികൾ ഇല്ലാതാവുന്നതോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആൺടെക്കിനസുകൾക്ക് കഴിയും. ആൺടെക്കിനസുകളുടെ മൃതശരീരം ഭക്ഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഊർജം അടുത്ത തലമുറയുടെ നിലനിൽപ്പിനും ശക്തി പകരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.